അപ്പോ സുരേഷ് ചൈത്രമാണേ. അപ്പൊ ഞാൻ ഇന്ന് വന്നപ്പം ഈ പൊസിഷൻ അല്ലായിരുന്നു കേട്ടോ. ഞാനിത് ചടയമംഗലത്ത് എടുക്കുമാറയില് പങ്കജാക്ഷി അമ്മയുടെ വീട്ടിലാണ്, പങ്കജാക്ഷി വൈദ്യരുടെ. അപ്പോ ഞാൻ വന്നപ്പോ കൈ പൊക്കാൻ വയ്യായിരുന്നത്. മുട്ടത്തൈലത്തിന്റെ ഒരു ടെന്ന് കൈ വെക്കുന്നുണ്ട്. ഇത് തലയിൽ തേക്കുന്ന സൈനസൈറ്റിസിനൊക്കെ തേക്കുന്ന എണ്ണയാണ്. എല്ലാ ശിരോരോഗങ്ങൾക്കുമുള്ള എണ്ണയാണ്. ഏതൊക്കെയാലും നല്ലൊരു തടവ് കഴിഞ്ഞ് നിൽക്കുകയാണ്. അയ്യോ, നല്ല ചൂട് കേട്ടോ, നല്ല ചൂടായി. ചൂടിച്ചിട്ട് സഹിച്ചാലും ഉണ്ടല്ലോ വേദന ഇങ്ങനെ ആ ഭാഗത്ത് മസിൽ റിലാക്സ് ആയിക്കൊണ്ടിരിക്കുക. തിരുമ്പഴൊക്കെ കുറച്ച് സഹിക്കാൻ പറ്റുന്നതിലൊക്കെ വരണം കേട്ടോ. ഇതാണ് നമ്മുടെ മുട്ട എണ്ണ ഇട്ടിട്ടുള്ള ഏറ്റവും അടിപൊളി ചൂട് കിഴി. ഇതേപോലെ കിഴി വേറെ ചെന്ന കിടത്തിലിടും. നല്ല മുട്ടയുടെ കക്കനിട്ടാണ്. ഞാൻ വണ്ടിയിൽ നിന്ന് വീണ് എനിക്ക് പരിക്കേറ്റിട്ട് 7 ദിവസമായി. കൈയൊക്കെ രാവിലെ ഞാൻ ഇങ്ങനെ ചായ പോലും കുടിക്കാൻ പറ്റാതെ വന്നതാണ്. കൈയൊക്കെ നല്ല അടിപൊളിയായി. അതുപോലെ എന്റെ മസിൽ ചതഞ്ഞിരുന്ന് എല്ലാം റെഡിയായി. സ്ത്രീകളുടെ വയറൊക്കെ വയറെല്ലാം കുറയ്ക്കും. ചോദിക്കും നമ്മുടെ വയറിന്റെ കുറെ വയറിന്റെ ട്രീറ്റ്മെന്റ് അടുത്ത് വരുമ്പോൾ ചേട്ടന്റെ വയറിന്റെ ട്രീറ്റ്മെന്റ് നടത്തും ഞങ്ങള്. അതുകൊണ്ട് സ്ത്രീകളുടെ വയറ് പെട്ടെന്ന് കുറയ്ക്കും. നമ്മുടെ പിന്നെ ഈ പാൽമുതക്കിന്റെ കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത്, കുട്ടികളില്ലാത്തവർക്കൊക്കെ പുരുഷന്മാർക്ക് കഴിക്കാൻ വേണ്ടിട്ട് കൊടുക്കും. ബീജവർദ്ധനം പവർഫുൾ ആയിട്ട് പവർ ഉണ്ടാവുന്ന ഒരു ഐറ്റംസ് ഒക്കെയാണ്. ഹലോ, നമസ്കാരം. സുരേഷ് ചൈത്രമാണ്. അപ്പോൾ ഇത് കണ്ട കഴുത്തിന് പിടിച്ച് ഞെരുക്കുന്നുണ്ടോ? അപ്പോൾ ഞാൻ ചടയമംഗലത്താണ്, ഇടുക്കുപാറയിലാണ്. പങ്കജാക്ഷി അമ്മച്ചിയുടെ, നമ്മുടെ വൈദ്യുതി പങ്കജാക്ഷി അമ്മച്ചി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ നേരത്തെ വീഡിയോ തന്നിരുന്നതാണ്. അയ്യോ, ഞാനൊരു ആക്സിഡൻറ്റ് പറ്റി 8 ദിവസമായി വീട്ടിലായിരുന്നു. ഇവിടെ ഈ നെഞ്ചിൻ്റെ ഭാഗവും ഈ കൈയും കുത്തിയാണ് വീണത്. കയ്യിൽ നിന്ന് പൊക്കാൻ വയ്യായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ ഈ കൈ ഇന്നാണെന്ന് അമ്മച്ചിയുടെ അടുത്ത് വന്നപ്പോഴാണ് കറക്റ്റ് പൊക്കിയത്. എനിക്കാണെങ്കിൽ മുഖം കഴുകാനും മുടി ചെയ്യുവാനും കുളിക്കാനും ഒന്നും പറ്റാത്ത അവസ്ഥയായിരുന്നു. ഇപ്പോൾ 7 ദിവസമായി. ഇന്ന് നമ്മുടെ അമ്മച്ചിയുടെ അടുത്ത് വന്ന് മുട്ട എണ്ണ ഇത് ഇട്ടപ്പോൾ തന്നെ ഭയങ്കര സുഖം കേട്ടോ. കാരണം നമുക്ക് പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറമാണ്. ഇതാണ് മുട്ട എണ്ണ, നല്ല കട്ടിയുള്ള തൈലം. ഇത് ദേഹത്ത് ഇടുമ്പോൾ തന്നെ അറിയാം. ഒരു ദിവസം രാവിലെ വന്നിട്ട് ഇവിടെ ഇട്ട് കിടക്കണം മൊത്തത്തിൽ. ആണോ, തലയിടിച്ചല്ലോ. ഇപ്പം ഞാൻ വരുന്നതിന് മുമ്പ് തടവാൻ ആളുണ്ടായിരുന്നു. തടവിട്ട് അങ്ങോട്ട് ഇറങ്ങിയപ്പോഴാണ് ഞാൻ വന്നത്. അപ്പോൾ ഇടിവെട്ട എണ്ണയാണ് കേട്ടോ. എത്ര നീരും ചതവും എന്നുണ്ടെങ്കിലും ശരീരത്തിന് തട്ടി ഏമം എല്ലാം മാറും. പക്ഷേ ഇവിടെ വന്ന് തടവുന്നതാണ് ഏറ്റവും നല്ലത്. തടവിട്ട് എണ്ണ വീട്ടിൽ കൊണ്ടുപോയിട്ട് ആരെങ്കിലും നല്ലോണം തേക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ തേക്കുക. ഇതുപോലെ തേച്ച് പിടിപ്പിച്ചാൽ മതി. അയ്യോ, മസിലൊക്കെ പോയി. പോട്ട് കൈ നോക്കാനും മടക്കാനൊക്കെ. അയ്യോ, എന്നും കൈ അങ്ങനെ വെച്ചോണ്ടിരിക്കാൻ പറ്റും. എല്ല് ലൂസായി ഇവിടെ. ഓ, അത് ശരി. അതാ കിടുകിടാൻ കേൾക്കുന്നത്. മൂക്കിനെ ഒന്ന് കുത്തിയില്ലേ ഇതുപോലെ അങ്ങോട്ട് നമ്മുടെ മസിലൊക്കെ ഞെരുക്കി അങ്ങോട്ട്. അയ്യാ, ഉണ്ടോ? അപ്പൊ ഇതുപോലുള്ള തിരുമക്കം തിരുമിയാല് ഈ എണ്ണ ശരീരത്തിൽ തടവാനാണ് കൂടുതലും വരുന്നത്. പാൽമുതക്കിന് നമ്മുടെ പാൽമുതക്ക് അറിയാമല്ലോ, വൃദ്ധന്മാരെ ചെറുപ്പക്കാരാക്കുന്ന മരുന്ന്. നരമ്പ് കണ്ടോ, നമ്മുടെ ഈ നരമ്പുകളുടെ രക്തഓട്ടം എല്ലാം സെറ്റാകും. കാരണം ഉണ്ടോ, ചടയമംഗലം വരെ വന്നാൽ മതി. ഇടുക്കുപാറ എന്നെ വിളിക്കുക, നമ്പർ തരാം. വന്ന് ഒരു ദിവസം രാവിലെ വന്ന് നല്ലൊരു തടവ് തിളമി വൈകുന്നേരം ആകുമ്പം ഇളം ചൂടുവെള്ളത്തിലൊക്കെ അല്ലേ. അല്ല, ചൂട് കിഴിയടിയും കാച്ചുന്ന മരുന്ന് തന്നെ. ആണോ, അങ്ങനെ നെഞ്ചെല്ലാം ഇടിച്ചായിരുന്നു. നീരൊന്നുമില്ലല്ലേ? നീരൊന്നുമില്ല. മരുന്ന് പിന്നെ കാടമുട്ട അതൊക്കെ വാട്ടി കുടിച്ചാ ഇപ്പോഴത് റിലാക്സ് ആയി. വേറെ പ്രശ്നമാണ്, തള്ളവെള്ളം മടങ്ങിയതാ. അയ്യോ ഒറ്റാട്ട ഇതുകൊണ്ട് രസിക്കുവാണോ? ഇത് കണ്ട് രസിക്കുവാണോ? വേദനയാ. അതെ, ഇത്രയും ദിവസം കൂടി ഇന്നാ വണ്ടി വിളിച്ചു വരുന്നു. അന്ന് വന്നായിരുന്നു ഇപ്പൊ നല്ല ഇതായനെ ഒരു ദിവസം. കുഴപ്പമില്ല. പങ്കജാക്ഷി അമ്മച്ചി തടവി രക്ഷപ്പെടിയാണോ ഓണത്തിന് നീ ഇറങ്ങാൻ. പൊക്കണമല്ല കൈ പറഞ്ഞിരുന്നാക്കൂല. ഇതേപോലെ തേച്ച് പിടിപ്പിച്ചാൽ മാത്രമേ നമുക്ക് പവർ കിട്ടൂ. ഇപ്പം തന്നെ എനിക്ക് നല്ലൊരു പവറായി. കൈ ഇപ്പം എന്ത് വേണമെങ്കിലും ചെയ്യും.
ഇത്രയും പവർ ഇത്ര ആ തിരുമലത് കൊണ്ടേ തന്നെ ഇത്രയും സമയം കൊണ്ട് തന്നെ അത് ഇതായി. എണ്ണ നല്ല കുഴയായിരിക്കുക. എണ്ണ നല്ല കട്ടിയാ. അടിപൊളി എല്ലാം ചേർക്കുന്നുണ്ട് എണ്ണ. എത്ര രൂപ കൊടുത്താലും നഷ്ടമില്ല. പക്ഷെ ഈ എണ്ണ ആഴ്ച ഒരിക്കലും നമ്മൾ ദേഹത്ത് രാവിലെ തേച്ചിട്ടിട്ട് വൈകുന്നേരം തേച്ചിട്ട് രാത്രി ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കുന്നതല്ലേ? നല്ലതാ. അതാണ് നമ്മൾ ധന്യന്തരം കുഴിമൊക്കെ പണ്ട് തേക്കുന്നത്. ധന്യന്തരം കുഴമ്പിനേക്കാളും നല്ല കട്ടിയാണ്. ഇത് ജന്നിയൊക്കെ മാറുന്നത് ജന്നി. ആരെങ്കിലും തേച്ചരുന്നവർ വേണം. ഇതെല്ലാം തേച്ച് പിടിപ്പിക്കാനാണ് നമ്മുടെ ശരീരം മൊത്തം തേച്ച് പിടിപ്പിക്കണം. അതാ അപ്പൊ തേച്ച് പിടിപ്പിക്കാൻ ഭാര്യമാരൊക്കെ ഉള്ളവര് മരുന്ന് പിടിച്ചിട്ട് പോയാൽ മതി കേട്ടോ. അത് തന്നെ. അങ്ങനെ കൈ നൂത്ത് പൊക്കും. ഞാനുണ്ടേ അപ്പൊ തടയപ്പോ ഇവിടെ ഉണ്ടല്ലോ ഈ ഭാഗത്തുണ്ട് ഇവിടെ ഇതിനകത്ത് അവിടാണ് വേദന. ഇവിടെ ചതവ് പിടിച്ചിട്ടുണ്ട്. അവിടെ അവിടെ കമ്പിനാണോ പിടിച്ച? തറ വെറും തറ ചെന്ന് മൂക്കിന് റോഡ്. ഞാൻ വന്നിട്ട് ഒരു മണിക്കൂർ പോലും ആയില്ല കേട്ടോ. അരമണിക്കൂറോളം എണ്ണ ഇട്ടില്ല. പക്ഷെ അടിപൊളിയായിട്ട് എനിക്ക് വ്യത്യാസം എന്ന് പറഞ്ഞാൽ 75% വ്യത്യാസമുണ്ട്. ഉള്ളതങ്ങ് പറയാമല്ലോ. അപ്പോൾ ഇത്രയും നല്ല എണ്ണ എന്തൊക്കെയായാലും സത്യം പറഞ്ഞാൽ എൻ്റെ വിരലതേ മടക്കാൻ കാണിച്ചേ ഇതുണ്ടോ, ഈ വിരലെ മടക്കാൻ വയ്യാതെ വന്നതാണ്. സാറിൽ ചായ ഗ്ലാസ് എടുക്കാൻ പറ്റില്ല. 7 ദിവസമാണെങ്കിലും ചായ ഗ്ലാസ് എടുക്കാൻ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇതുവരെ ഒരു തടവൊക്കെ തടവിട്ടില്ല. ആദ്യമായിട്ട് അയ്യോ തന്നെ കൈ പൊക്കി മടക്കും. അവിടുത്തെ ആ ഒരു കുഴി പോലത്തെ ഭാഗത്ത് അവിടുത്തെ ഇതേ ഉള്ളു ചതവുണ്ടോ? അവിടെ നീരുണ്ടല്ലേ, ചതഞ്ഞടപ്പുണ്ടല്ലേ, ഇങ്ങനെ കുത്തി തിരിഞ്ഞപ്പോ ഉള്ള മടക്കും അല്ലേ? എത്ര നീർക്കെട്ടുണ്ടെങ്കിലും നമ്മൾ ഒറ്റ പ്രാവശ്യം ഇട്ട് തന്നെ മാറും അല്ലേ? മാറും. അതാണ് നമ്മുടെ മുട്ട എണ്ണയുടെ. കാരണം ഈ മുട്ട എണ്ണ എനിക്ക് തോന്നി കൊല്ലത്ത് നമ്മുടെ പങ്കജാക്ഷി വൈദ്യർക്ക് മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു. വേറെ ആർക്കും അറിയത്തില്ല. എണ്ണ ഇട്ടിട്ട് നമ്മള് ചൂട് കിഴിയാണ് കേട്ടോ. മുട്ട എണ്ണയുടെ കക്കൻ ചീനിച്ചട്ടിയിട്ട് ചൂടാക്കിയിട്ട് ആ ചൂടോടാണ് ഈ കിഴി വെക്കുന്നത്. എനിക്ക് എത്ര നീർക്കെട്ടുണ്ടെങ്കിലും അലിഞ്ഞു മാറും. എന്തൊരു കലപ്പെന്ന് പറഞ്ഞാലും അപ്പോഴേ മാറിക്കോളും. അതെ അടിപൊളി. ആ എണ്ണയുടെ പവറും നിങ്ങളെ അവൻ കൊണ്ടുകണ്ട് കേറുകയാണ് കേട്ടോ. അപ്പോ നമ്മുടെ ചടയമംഗലത്ത് ഭയങ്കര റിസോർട്ടും ഒന്നും ഇല്ലെങ്കിൽ തന്നെ ഈ കൊച്ചു പുരയ്ക്കകത്ത് നല്ല ട്രീറ്റ്മെന്റ്. ഇനി ഏത് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുകാർ ഒന്ന് നോക്കിയാലും കറക്റ്റ് ആയിട്ടുള്ള സാധനമാണ് ഇവിടെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നത്. നമ്മൾ ചെയ്തിട്ട് പിന്നെ നമ്മൾ കള്ളത്തരം കാണിക്കേണ്ട കാര്യമില്ല. ഒരു കാര്യമില്ല. കാരണം ഏത് ഡോക്ടർമാരുടെ അടുത്ത് പോയാലും മാറാത്ത സാധനം ഇവിടെ നിന്ന് മാറുന്നുണ്ട്. അതാണ് നമ്മുടെ ഒരു ആയുർവേദത്തിന്റെ വിശ്വാസം എന്ന് പറയുന്നത്. ഇതിനകത്ത് വേറെ ഒന്നും ഇല്ലല്ലോ, നമ്മുടെ ഭൂമിയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളാണ് പച്ചമരുന്നുകൾ. അപ്പോ പണ്ട് നമ്മള് കരിങ്കോഴി മുട്ടയും കരിങ്കോഴി ഇടിച്ച് തിന്നുന്നതൊക്കെ, ഇതൊക്കെ നമ്മുടെ കോഴിമുട്ടയൊക്കെ ഔഷധമാണ്. അപ്പൊ അതൊക്കെ ഉപയോഗിച്ചാ ചെയ്യുന്നത്. അതുപോലെ എന്റെ കൈയൊക്കെ കണ്ടോ, ഇങ്ങനെ മടക്കാൻ പറ്റാത്ത കൈയൊക്കെ ഇപ്പൊ കണ്ടോ. വിരലഞ്ഞു പിടിച്ചാണ്. വിരലായിരുന്നു പ്രശ്നം. ഇതുപോലെ നമ്മളങ്ങോട്ട് വെച്ച് ചൂട് പിടിച്ചു കൊടുക്കണം. ചൂട് പിടിച്ചു കൊടുത്താൽ മതി. ആ നീർക്കെട്ടും നീരും വേദനയൊക്കെ മാറും. ആ എല്ലിന്റെ വേദനയും നൊമ്പലും. ഒരു ദിവസം ഫുള്ളായിരുന്നെങ്കിൽ അത്ര ഇത് കിട്ടും. ആരും ആണെങ്കിൽ ചെയ്യാം, വൈകുന്നേരം ക്ലീൻ ആകും. അപ്പോഴത്തേക്ക് ഓക്കെ. ചൂടുണ്ടാ? കുറച്ചുകൂടി ആ കഷത്തോട്ട് കെട്ടിച്ചാണ്. ആയുർവേദം എന്ന് പറഞ്ഞാൽ ആയുർവേദം തന്നെ കേട്ടോ. നമ്മൾ എത്ര വലിയ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാല്
ഈ കർക്കിടക മാസത്തിലൊക്കെ മറിഞ്ഞു വീണ ഇടിഞ്ഞ ചതവൊക്കെ കിട്ടിയ നമ്മൾ ഇനി എന്ത് ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചാലും വേനയുടെ മരുന്ന് താൽക്കാലിക ശ്രമം. പക്ഷെ ഉള്ളിക്കിടക്കുന്ന ഈ നീരും നീർക്കെട്ടും പോണി നമ്മുടെ ആയുർവേദം തന്നെ നമ്മുടെ പാരമ്പര്യമായിട്ട് നമ്മുടെ മുത്തച്ഛന്മാരും പാരമ്പര്യ വൈദ്യന്മാരും ഒക്കെ ഉപയോഗിക്കുന്നത്. നമ്മുടെ അമ്മച്ചിയൊക്കെ ഇതൊക്കെ പഠിച്ചതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. എല്ലാം ഞാൻ പറിച്ചോണ്ട് ഇതൊക്കെ വനത്തിൽ നിന്ന് മേടിക്കുന്ന മരുന്നുകളാ, ആദിവാസികളെ കറക്റ്റായിട്ട് എല്ലാ സാധനം അവര് കൊണ്ടുതരും. നമ്മൾ പറഞ്ഞാൽ മതി, പൈസ മുമ്പേടെ എത്തിക്കണം. നമ്മള് കുളത്തൂപ്പുഴ നല്ലേ? കുളത്തൂപ്പുഴ അരിപ്പയെ പോണം. അരിപ്പയില കൂടുതൽ അവിടെ ഈ ആദിവാസി സൊസൈറ്റി ഉണ്ടേ, അവിടെ സൊസൈറ്റി ഉണ്ട് ആദിവാസി, അവിടാണ് വേനേട്ടം. ജോയിന്റ് വല്ലതും വിട്ടു പോയിട്ടുണ്ടോ? ജോയിന്റ് ഒന്നും പോയില്ല, ഒടുവിലായിരുന്നു. എല്ല് ലൂസായി പിടിയാന് ചതവ മാത്രമേ പറ്റുള്ളൂ. ഇവിടെ കൊടിഞ്ഞിന്തിരിയായിരുന്നു. ഷോൾഡർ കെട്ടോണ്ട് കിടക്കാൻ. അതെ, നമസ്കാരം. അപ്പൊ ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് നമ്മുടെ ചടയമംഗലത്ത് ഇടുക്കുപാറയില് പങ്കജാശിയമ്മ വൈദ്യരുടെ അടുത്താണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ 80-കാരനെ 25-കാരനെ ആക്കുന്നതിന്റെ പൊടി നമ്മൾ തന്നിരുന്ന ഒരു ഓർമ്മ ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഞാൻ വണ്ടിയിൽ നിന്ന് വീണ് എനിക്ക് പരിക്കേറ്റിട്ട് 7 ദിവസമായി. കൈയൊക്കെ രാവിലെ ഞാൻ ഇങ്ങനെ ചായ പോലും കുടിക്കാൻ പറ്റാതെ വന്നതാണ്. കൈയൊക്കെ നല്ല അടിപൊളിയായി. അതുപോലെ എന്റെ മസിൽ ചതഞ്ഞിരുന്ന എല്ലാം റെഡിയായി. ഒരു ചേട്ടൻ മതി ഇവിടെ, പാറസാറിന്റെ ചേട്ടൻ വന്നേ. അതെ അതെ. എന്തോ പേരെന്തുവാ? ജയകുമാർ. എന്തുവാ പ്രശ്നം? തേയ്മാനം ഡ്രൈവറാണ്. അപ്പൊ നമ്മളിങ്ങനെ ഇരുന്നിരുന്ന് വണ്ടി ഓടിച്ച് തേയ്മാനം വന്നതാണ്. അപ്പൊ ഞാൻ എണ്ണ ഇട്ട് നിൽക്കുന്നോണ്ടാണ് ഷർട്ട് ഇടാത്ത കേട്ടോ. അപ്പൊ പങ്കജാശമ്മയുടെ 2ാമത്തെ ട്രീറ്റ്മെന്റാ. നല്ലോണം കുറവുണ്ട്. 1-2 പ്രാവശ്യം കൂടെ വരുമ്പോൾ ശരിയാവും. പാറശാലയിൽ നിന്ന് ചേട്ടന്മാരാണൊക്കെ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ പങ്കജാശമ്മ നമ്മുടെ ഇവിടുത്തെ കൊല്ലത്തെ പാരമ്പര്യ ചികിത്സയാണ്. ചടയമംഗലം ഇടുക്കുപാറ. ആരോഗ്യമൊക്കെ ഉണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാല് ഇടിവ്, സൂപ്പർ തൈലങ്ങളാണ്. അതെ, നീർക്കെട്ടുകളുടെ വയറൊക്കെ വയറെല്ലാം കുറയ്ക്കും. ചോദിക്കും നമ്മുടെ വയറിന്റെ കുറെ ആണുങ്ങൾക്കും കേട്ടോ, ആണുങ്ങൾക്കും കുറയ്ക്കും. വയറിന്റെ ട്രീറ്റ്മെന്റ് നിനക്കല്ല, വേറെ ആളുകൾ വന്ന് കെട്ടിക്കൊണ്ടു. കുറച്ച് ദിവസം ഇങ്ങനെ വെറുതെ വീട്ടിൽ ഇരുന്നുകൊണ്ട് വയറുണ്ടായത്. അതാ, നിനക്കല്ല, അവിടെ എത്ര പേര് കെട്ടിക്കൊണ്ടു പോകുന്നു. അങ്ങനെ നല്ല വയറുള്ളവർ വന്നാ അടുത്ത് വരുമ്പോ ചേട്ടന് വയറിന്റെ ട്രീറ്റ്മെന്റ് നടത്തും ഞങ്ങള്. അതുകൊണ്ട് സ്ത്രീകളുടെ വയറ് പെട്ടെന്ന് കുറയ്ക്കും, ഇല്ലയോ? നമ്മുടെ പിന്നെ ഈ പാൽമുതക്കിന്റെ കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത് അടിപൊളി. അത് കഴിക്കുന്നവര് തന്നെ ഇവിടെ വന്ന് പറയണമെന്ന് ആഗ്രഹമുള്ള പാൽമുതക്ക് മാത്രമല്ല, അതിന് ചേർക്കുന്ന നായ്ക്കുരുണി പരിപ്പ്, അത് ഒരു 250-600 വിലയാണ്. ഉത്തേജനം ഉണ്ടാവും. അപ്പൊ 1/2 കിലോ മേടിച്ചാണ് അതിൽ കൂടെ ഈ പാൽമുതക്കിന്റെ ഭയങ്കര പൈസ പൊടിക്കുന്നല്ലേ. അപ്പൊ അത് പൊടിപ്പൊടി ആയിരേ. കുട്ടികളില്ലാത്തവർക്കൊക്കെ പുരുഷന്മാർക്ക് കഴിക്കാൻ വേണ്ടിട്ട് കൊടുക്കും. ബീജവർദ്ധനം ആയിട്ട് പവർ ഉണ്ടാവുന്ന ഒരു ഐറ്റംസ് ഒക്കെയാണ്. അപ്പോ ഇതിനകത്ത് നിങ്ങൾക്ക് 100% വിശ്വസിക്കാം. കാരണം ഒരിക്കലും ഇവിടെ വരുന്നവർക്ക് ഇത് കാണുമ്പോൾ വേറെ ഒന്നും തോന്നുന്നില്ല. കാരണം ഇതൊരു കുഴപ്പമാണ്, പറ്റിപ്പോന്ന് പറഞ്ഞ ഇവിടുത്തെ പ്രത്യേക എണ്ണയാണ്. നാടി നരമ്പുകൾ ഉത്തേജിക്കും. നിങ്ങൾ 2 പ്രാവശ്യം നിൽക്കാനാണ്. ഞാൻ തന്നെ ആകെ ഞാൻ 2-3 മണിക്കൂർ മാത്രമേ ഇവിടെ നിന്നുള്ളൂ. വന്ന് ഒരു അരമണിക്കൂർ എനിക്ക് ട്രീറ്റ് ചെയ്തത്. അപ്പോ ചൂട് കിഴി തുണി എടുത്തുണ്ട് സെറ്റാക്കി. എന്റെ കൈ ഉണ്ടോ അതിനൊക്കെ എല്ലാം കൈയൊക്കെ ഇപ്പൊ നല്ല മുദ്രാവാക്യം വിളിക്കുന്ന കൈ. എന്തൊക്കെയാലും അത്രയും നല്ല ട്രീറ്റ്മെന്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ വന്നിന്ന് പറയുന്നത്. അപ്പോൾ മറക്കണ്ട, നമ്മുടെ മുട്ടത്തൈലവും പാൽമുളക്കിന്റെ പൊടിയും പോയി അതാ ഇവിടെ നീരിട്ട് കിടക്കുവായിരുന്നു വന്നോണ്ടേ. അത്രയ്ക്ക് പവർഫുൾ എണ്ണയാണ്. നമ്മൾ ഇംഗ്ലീഷ് മരുന്നൊക്കെ എത്ര ദിവസം കഴിച്ചാലും ഇതിന്റെ പ്രയോജനം കിട്ടത്തില്ല. ഈ ചൂട് കിഴി അടിക്കുമ്പോൾ തന്നെ നമ്മുടെ നീരും എല്ലാം മാറും, ദുർമേധസ്സും എല്ലാം വരും. അപ്പൊ ഒരു ദിവസം രാവിലെ വന്ന് നല്ല എണ്ണയൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് തിരുമലയ്ക്ക് അങ്ങോട്ട് ഏക്കുന്നുണ്ട്. നിങ്ങളുടെ കംപ്ലീറ്റ് പ്രശ്നം മാറും. വൈകുന്നേരം ഇവിടുന്ന് നല്ല വൃത്തിയായിട്ട് പോകാം. അപ്പോൾ നിങ്ങൾ റിസോർട്ടിലൊക്കെ പോകുന്ന പൈസയൊന്നും ആവത്തില്ല. തിരുമൽ മസാജ് കണക്കൊന്നും അല്ല, ഇത് നല്ല പക്കെല്ലാം മരുന്നാണ്. അപ്പൊ ഞാൻ ഇന്ന് വന്നപ്പം ഈ പൊസിഷൻ അല്ലായിരുന്നു കേട്ടോ. ഞാനിത് ചടയമംഗലത്ത് ഇടുക്കുപാറയില് പങ്കജാശിയമ്മയുടെ വീട്ടിലാണ്, പങ്കജാശി വൈദ്യരുടെ. അപ്പോൾ ഞാൻ വന്നപ്പോ കൈ പൊക്കാൻ വയ്യായിരുന്നത്. മുട്ടത്തൈലത്തിന്റെ ഒരു ടിന്ന് കൈ വെക്കുന്നുണ്ട്. ഇത് തലയിൽ തേക്കുന്ന സൈനസൈറ്റിസിനൊക്കെ തേക്കുന്ന എണ്ണയാണ്. എല്ലാ ശിരോരോഗങ്ങൾക്കുമുള്ള എണ്ണയാണ്. നല്ലൊരു തടവ് കഴിഞ്ഞ് നിൽക്കുകയാണ്. അതാണ് ഈ ഷട്ടൊക്കെ ഊരിയിട്ട് എണ്ണയൊക്കെ ആയിട്ട് നിൽക്കുന്നത്. ഈ പങ്കജാശിയമ്മയുടെ ഇടുക്കുപാറയിലെ വീട്ടിലെത്തിയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ശരീരത്തിനുണ്ടാകുന്ന എല്ലാ വേദനയ്ക്കും നീർക്കെട്ടിനുമുള്ള ചികിത്സയുണ്ട്. അപ്പോൾ നമുക്ക് കാഴ്ചകൾ കണ്ടാൽ മാത്രം പോരാ, എല്ലാവരും വരണം, ട്രീറ്റ് ചെയ്യണം. ഓക്കെ.